എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. ആത്മബോധം തന്നെ മോക്ഷഹേതു. മോക്ഷത്തിനുള്ള കാരണം ആത്മബോധമാണ്. എന്താ ആത്മബോധം എന്ന് പറയുന്നത്? ഞാൻ എന്ന് പറയുന്ന ഈ ശരീരമല്ല. ഞാൻ എന്ന് പറയുന്നത് ആ ആത്മാവ് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. ഇതാണ് ആത്മബോധം. എന്നിട്ട് പറയുന്നു, പഠന്തു ശാസ്ത്രാണി യജന്തു ദേവാൻ കുർവന്തു കർമാണി ഭജന്തു ദേവതാഃ ആത്മൈക്യബോധേന വിനാ വിമുക്തിർ ന സിദ്ധ്യതി ബ്രഹ്മശതാന്തരേ അപി. ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ, ദേവന്മാരെ ഉദ്ദേശിച്ചു യാഗം ചെയ്യട്ടെ, കർമ്മകലാപങ്ങൾ അനുഷ്ഠിക്കട്ടെ, ദേവതകളെ ആരാധിക്കട്ടെ, എന്തൊക്കെ ചെയ്താലും ബ്രഹ്മാത്മൈക്യ ജ്ഞാനം കൂടാതെ 100 വിരിഞ്ചന്മാരുടെ ആയുഷ്കാലം കൊണ്ടുപോലും നിരതിശയ സുഖസ്വരൂപമായ മോക്ഷം പ്രാപിക്കാൻ സാധ്യമല്ല. ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ, ഏത് ശാസ്ത്രം വേണമെങ്കിലും പഠിച്ചോളൂ. ദേവന്മാരെ ഉദ്ദേശിച്ച് യാഗം ചെയ്തു കൊള്ളുക, വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ദേവതകളെ ആരാധിക്കുക, എന്ത് ചെയ്താലും ബ്രഹ്മ ഐക്യജ്ഞാനം കൂടാതെ, ബ്രഹ്മവും ഞാനും ഒന്ന് തന്നെ എന്ന ഐക്യഭാവം കൂടാതെ 100 വിരിഞ്ചന്മാരുടെ, വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഒരു 100 ബ്രഹ്മാവുമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെയൊന്നും ആയുഷ്കാലം കൊണ്ടുപോലും സുഖസ്വരൂപമായ മോക്ഷം പ്രാപിക്കാൻ സാധ്യമല്ല. ഒരു ബ്രഹ്മാവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പരാന്തകാലമാണ്, 100 വയസ്സ്. അങ്ങനെ 100 ബ്രഹ്മാവിൻ്റെ കാലഘട്ടം ആയാൽ പോലും ബ്രഹ്മ ഐക്യബോധം ഇല്ലെങ്കിൽ മോക്ഷം കിട്ടില്ല. ശാസ്ത്രങ്ങൾ പഠിക്കാം, ദേവതകളെ ആരാധിക്കാം, ദേവന്മാരെ ഉദ്ദേശിച്ച് യാഗം ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്മൈക്യബോധം ഇല്ലെങ്കിൽ, ആത്മബോധം തന്നെ ഇല്ലെങ്കിൽ മോക്ഷഹേതുവല്ല. എന്താ ആത്മൈക്യബോധം എന്ന് പറഞ്ഞാൽ? ഞാനെന്ന ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ. ആ പരമാത്മാവ് ഒരു ശരീരം എടുത്തതാണ് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറഞ്ഞ ശരീരമല്ല, അതാദ്യം മനസ്സിലാക്കുക. അത് ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ന് പറയുന്ന ശരീരമല്ല. അപ്പോൾ ആ പരമാത്മാവ് തന്നെയാണ് ഞാൻ എന്ന ബോധത്തോടുകൂടി നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുക. എന്നാലേ മോക്ഷം കിട്ടൂ. അല്ലാതെ കണ്ട് കുറേ ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടോ, കുറേ യാഗങ്ങൾ ചെയ്തതുകൊണ്ടോ, കുറേ ദേവതകളെ ആരാധിച്ചത് കൊണ്ടോ, പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. നന്ദി, നമസ്കാരം.